നമസ്കാരം. ആയുർപത്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓറഞ്ചിന്റെ തോല് ഉപയോഗിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം സീറം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ടിട്ട് വരാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുകയാണ്. ആ പാത്രം നിറയെ വെള്ളം എടുക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4-1 വറ്റിച്ചെടുക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഈ ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ നല്ല ലൈറ്റനിങ് ആക്കാനായിട്ട് ഓറഞ്ചിന് സാധിക്കും. അതോടൊപ്പം തന്നെ സ്കിന്നിലുള്ള സൺ ടാനുകൾ അല്ലെങ്കിൽ സ്കിന്നിൽ വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുമാത്രമല്ല ചെറിയ ചെറിയ പൊള്ളലിൻ്റെ പാടുകൾ, ചെറിയ ചെറിയ സ്കെയിലി മാർക്കുകൾ എല്ലാം റിമൂവ് ആക്കാനായിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് പീലിന് സാധിക്കും. മറ്റൊരു ഗുണമാണ് ഓപ്പൺ പോഴ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് അവരുടെ സ്കിൻ നല്ല ക്ലിയർ ആവാനും സ്കിന്നിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓറഞ്ച് പീൽ. ഓറഞ്ച് പീലിൽ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള UV റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഓറഞ്ച് പീലിന് സാധിക്കുന്നു. സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകളെയൊക്കെ മാറ്റാനും സ്കിൻ നല്ല ടൈറ്റനിങ് ആവാനും ഓറഞ്ച് കൊണ്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്കിന്നിന് നല്ല റേഡിയൻ്റ് ആയിട്ട് കാണപ്പെടും എന്നുള്ളതാണ്. നല്ലൊരു ഗ്ലോ തരാനായിട്ട് ഓറഞ്ച് നമ്മുടെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. എന്താണെങ്കിലും ഇന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ ആ ഒരു വാട്ടർ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. 4-1 വറ്റിച്ചെടുത്തിരിക്കുകയാണ്. അത് നല്ലപോലെ അരിച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കസ്തൂരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കസ്തൂരി മഞ്ഞളുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയണതാണല്ലോ. പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് പോരുന്ന സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഭാഗം തന്നെയാണ് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ കസ്തൂരി മഞ്ഞളുടെ പൊടി കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഓറഞ്ചിൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് യോജിപ്പിച്ച ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ 3ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് റിഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്കിന്നിനെ നല്ലപോലെ നറിഷ് ചെയ്യാനായിട്ട് സൂതൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈനസ് അകറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഷിയ ബട്ടർ. അതുകൊണ്ട് തന്നെയാണ് ഷിയ ബട്ടർ ഞാനിവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. റിഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടർ 1 ടീസ്പൂണോളം നമ്മൾ ഈ ഒരു വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നേരത്തെ അറിയാം, നമ്മളിപ്പോൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്നത് വെള്ളമാണ്, രണ്ടാമത് എടുത്തു വച്ചിരിക്കുന്നത് ഓയിൽ പോലെയുള്ള ഷിയ ബട്ടറാണ്. രണ്ടും യോജിപ്പിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇത് ശരിക്കും നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടുക കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 അടപ്പോളം, ഏകദേശം 2.5 ml കുങ്കുമാതി തൈലാണ്. നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള മറ്റ് ഓയിൽസും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു ചെറിയ വെസൽ വെച്ച് കൊടുക്കുക. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടിയിലെ വെള്ളം ചൂടായി വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഈ ഷിയ ബട്ടറും ഓയിലും ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാം നല്ലപോലെ ജോയിൻ ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഡബിൾ ബോയിലിംഗ് പ്രോസസ്സ് വഴി എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ നമുക്കിതൊന്ന് കൂളാവാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ പുറത്തേക്ക് എടുത്ത് വെച്ച ശേഷം അല്പം നേരം ഇളക്കി കൊടുക്കുക. ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂട് നല്ലപോലെ കുറഞ്ഞു വരുമ്പോൾ അത് ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുക. അതായത് ഓയിൽ കണ്ടൻറ്റ് കട്ടയായിട്ടിരിക്കും. ഈ ഒരു സമയത്ത് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഈവനായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 2 to 3 മിനിറ്റ്സോളം ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡിങ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു ക്രീമി സീറമായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ സീറം നമുക്ക് കിട്ടും. നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നല്ല ഒരു ക്രീമി സീറം കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇൻ കേസ് ഓറഞ്ചോ ടർമറിക്കോ അലർജിക് ആണെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്രീമി സീറം യൂസ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നല്ല വാത ടൈപ്പ് ഓഫ് സ്കിന്നുള്ള ആളുകൾക്ക്, ഡ്രൈനെസ് ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീറം തന്നെയാണ് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ളൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സീറമാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സീറം തന്നെയാണ് കേട്ടോ. റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യണമെന്ന് മാത്രം.
നമ്മുടെ ക്രീമി സിറത്തിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ നമുക്കിതിന് നല്ല കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ടുള്ള ക്ലീൻ കണ്ടെയ്നർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ക്രീമി സിറം നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഈ ഒരു ക്രീമി സിറം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് വളരെ കുറവായതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ റെഫ്രിജറേറ്ററിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഒരു 6 hours കഴിഞ്ഞ ശേഷം നമ്മുടെ ക്രീമി സിറത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എപ്പോഴും റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടൻറ്റ് താഴെ സെറ്റിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സിറം യൂസ് ചെയ്യേണ്ടതിൽ മുൻപായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്താണെങ്കിലും ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ ക്രീമി സിറത്തിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുക കേട്ടോ. ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, സ്കിന്നിലുള്ള ടാനിങ് ഒക്കെ മാറാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിറാണിത്. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ കണ്ടില്ലേ? തീർച്ചയായിട്ടും ഓറഞ്ച് അലർജി ഉള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അതുകൊണ്ട് ഓറഞ്ചിൻ്റെ പീൽ ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഓറഞ്ച് അലർജി ഇല്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക. അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് എടുത്ത ശേഷം മാത്രം ഫേസിൽ യൂസ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ അലർജി ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓറഞ്ച് അലർജിക്ക് അല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീം സീറം തന്നെയാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സ്കിൻ ടോൺ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും കേട്ടോ. മറ്റൊരു DIY ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.